നേഴ്സുമാരുടെ സമരത്തെപ്പറ്റി മുമ്പ് 2 വീഡിയോ ചെയ്യുകയുണ്ടായി. ഒന്നിൽ നമ്മൾ കൃത്യമായി ആവശ്യപ്പെട്ടത് നേഴ്സുമാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കണം. അവർ ആവശ്യപ്പെടുന്ന ന്യായമായ ശമ്പളം ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം. അതിൽ യാതൊരു ഒഴിവ് കഴിവുകളും പാടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ യുവതീ-യുവാക്കൾ മുഴുവൻ ഈ നേഴ്സിങ്ങിന് പോയിട്ട്, കാരണം എല്ലാവരുടെയും ലക്ഷ്യം വിദേശത്ത് പോകുക എന്നുള്ളതാണ്, അതിന് നേഴ്സിങ്ങേ പറ്റുകയുള്ളൂ. ഇങ്ങനെ മുഴുവൻ പേരും ഈ നേഴ്സിംഗ് പഠിക്കാൻ പോയി, എന്നിട്ട് അവരെല്ലാം തിരിച്ചു വന്നിട്ട് പഠിച്ചു വന്നിട്ട് കേരളത്തിലെ ആശുപത്രിയിൽ ജോലി കിട്ടണം, ഇത്രയും മിനിമം ശമ്പളം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ അവർ ഈ നേഴ്സിംഗ് പഠിച്ചതുകൊണ്ട് ആ ജോലി തന്നെ ചെയ്യണമെന്നില്ല, വേറെ ജോലിയിലേക്ക് പോകാം, കുറച്ചുകൂടെ പഠിച്ചിട്ട് വേറെ ഏതെങ്കിലും ജോലിയിലേക്കൊക്കെ പോകാം. അങ്ങനെ നേഴ്സിംഗ് ഒരു ബേസിക് ഡിഗ്രി ആയിട്ട് കണക്കാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശമായിരുന്നു രണ്ടാമത്തെ വീഡിയോയിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഈ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ വരുമ്പോഴാണ് വില കുറയുന്നത്. ഇപ്പം ആവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ട്, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കിട്ടും, ആളെ കിട്ടും എന്നുള്ളൊരു ധിക്കാരപരമായൊരു സമീപനം ഉണ്ടാകുന്നതിൻ്റെ കാര്യം ഈ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പം നേരെ മറിച്ച് അമേരിക്കയിലൊക്കെ നേഴ്സിങ്ങിന് ക്ഷാമമാണ്, അതുകൊണ്ട് അവരെ കിട്ടുന്നതിന് വേണ്ടി ആശുപത്രികളൊക്കെ പൈസ കൊടുക്കാനായിട്ട് തയ്യാറുമാണ്. കേരളത്തിൽ പിന്നെ എങ്ങനെ പൈസ കുറയ്ക്കാമെന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊരു മാറ്റം ആവശ്യമുണ്ട്. ഇപ്പം ഇതേപ്പറ്റി വാസ്തവം പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഈ UNA എന്ന് പറയുന്ന യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ, അതിൻ്റെ തലപ്പത്ത് ജാസ്മിൻ ഷാ എന്നൊരു വ്യക്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉള്ളതുകൊണ്ട് ഇത് ജിഹാദി പരിപാടിയാണ്, ക്രൈസ്തവ ആശുപത്രികളെ ലക്ഷ്യമിട്ട്, അവരെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു സമരമാണ്, അവരെ പൊളിക്കുക. അതിനു വേണ്ടിയിട്ട് ഈ വമ്പൻ ആശുപത്രികൾ, ഇപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള വമ്പൻ കമ്പനികളൊക്കെ വന്ന് കേരളത്തിലെ ആശുപത്രികൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ ആശുപത്രികൾ അവർക്ക് ഗുണകരമാകണം, അതുപോലെ തന്നെ ഈ ക്രൈസ്തവ ആശുപത്രികൾ തകർക്കണം. ഇങ്ങനെയുള്ള 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സമരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം സീറോ മലബാർ സഭയുടെ അൽമായ കമ്മീഷനും ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഈ രീതിയിൽ. പിന്നെ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുമാണ് ഈ സമരമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാനായിട്ട് കഴിയുന്നില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം വിൻസെൻ്റ് ഇമ്മാനുവൽ, പിയാനോ, പിന്നെ ഈ ഫിലഡൽഫിയയിൽ നിന്ന് അവർ ശക്തിപൂർവ്വം ഈ സമരത്തിന് പിന്നിലുണ്ട്. ഈ സമരത്തിന് സഹായങ്ങൾ ചെയ്യാനും അവർ തയ്യാറാണ്, അവരെക്കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ മറുനാടൻ ഷാജൻ, പിന്നെ പല കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ യോജിപ്പില്ല, പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയാണെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ നേഴ്സുമാരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തായാലും അവർക്ക് ശമ്പളം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും നമുക്ക് ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. ജോലി ചെയ്താൽ മാന്യമായ കൂലി കൊടുക്കണം. പക്ഷേ ആശുപത്രികൾ പറയുന്നത് ഈ നേഴ്സുമാരുടെ ശമ്പളം അങ്ങോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ മറ്റ് സ്റ്റാഫുണ്ട്, പാരാമെഡിക്കലുണ്ട്, അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുണ്ട്, മറ്റ് സ്റ്റാഫുകളെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെയും ശമ്പളം ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ നേഴ്സിൻ്റെ മികവ് കണ്ടോ നേഴ്സിനെ കണ്ടോ അല്ല ഒരാൾ ആശുപത്രിയിൽ പോകുന്നത്. അത് നല്ല ഡോക്ടറാണെങ്കിൽ അങ്ങോട്ടാണ് ആളുകൾ പോവുക. അപ്പോൾ ആ ഡോക്ടറുടെ മെറിറ്റാണ് അവിടെ നോക്കുന്നത്. അപ്പം നേഴ്സ് എത്ര മിടുക്കിയായാലും എത്ര നല്ല കേമപ്പെട്ട നേഴ്സായാലും അങ്ങോട്ടല്ല ആളുകൾ പോകുന്നത്. അപ്പോൾ അവിടെയും പ്രശ്നമുണ്ട്. അപ്പം ആ ഡോക്ടർമാർക്ക് കിട്ടുന്ന പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാവരും ശമ്പള വർധനവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പിടിവാശിയുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്നാണ് ഈ ആശുപത്രി മാനേജ്മെൻറ്റോട് ചോദിക്കുന്നത്. പക്ഷേ $40,000 രൂപ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ശമ്പളമാണോ വാസ്തവത്തിൽ? കുറഞ്ഞ പക്ഷം അവർക്ക് ഈ ആശുപത്രികൾ നേരിട്ട് ഈ നേഴ്സുമാരുമായിട്ടൊക്കെ സംഘടനകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ അവർ ശ്രമിക്കേണ്ടതല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജാസ്മിൻ ഷാ എന്ന ഒരു കക്ഷി, അദ്ദേഹത്തെ എനിക്ക് ആകപ്പാടെ ഒരു 5 മിനിറ്റ് സംസാരിച്ച ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സംഘടനയിൽ അങ്ങേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഈ സംഘടനയിൽ നേതൃത്വം ഏറ്റെടുക്കാനില്ലേ? അപ്പോൾ ഒരാളെ മാത്രം ആശ്രയിച്ചാണോ ഒരു സംഘടന നിലനിൽക്കുന്നത്? അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ആശാസ്യത, സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ അമൃത ആശുപത്രിയിലും കിംസ് ആശുപത്രിയിലും UNAക്ക് ശക്തിയില്ല, UNA സമരം നടത്തുന്നില്ല എന്ന് പറയുന്നു. കാരണം അവിടെ നേതൃത്വം ഏറ്റെടുക്കാൻ ആളില്ല. UNAയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അമൃത ആശുപത്രിയിൽ നേതൃത്വം ഏറ്റെടുത്ത് നഴ്സുമാർ സമരം ചെയ്തപ്പം അടി കൊടുത്ത് നമ്മൾ കേരളം കണ്ടതാണ് ഏറ്റവും നിന്ദ്യമായ ഒരു കാര്യം നടന്നത്. അപ്പോൾ അവിടെ പേടിയുണ്ടെന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ കോർപ്പറേറ്റുകളും ഒക്കെ നേഴ്സുമാരെ വലയ്ക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ അത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു വ്യക്തിയുടെ പേരിൽ സീറോ മലബാർ സഭയും മറ്റുമൊക്കെ രംഗത്ത് വരുന്നത് അതും ഖേദകരമാണ്. അപ്പോൾ ആ വ്യക്തി മാത്രമേ ഉള്ളൂ ആ സംഘടനയിൽ, വേറെ ആ സംഘടനയിൽ ഭാരവാഹികളൊക്കെ ഇല്ലേ? ആ ഭാരവാഹികൾക്കൊക്കെ മുന്നോട്ട് വന്നുകൂടെ? അപ്പോൾ ഇങ്ങനെ
ഇങ്ങേര് മാത്രം ലക്ഷ്യമിടുന്നത് അതിൻ്റെ മറവിൽ നേഴ്സുമാർക്ക് കിട്ടാനുള്ളത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അതും ശരിയല്ലല്ലോ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനേക്കാളുപരി ഈ നേഴ്സിംഗ് രംഗത്തൊക്കെ ഉള്ളവർ ഇങ്ങനെ സമരരംഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം തന്നെ മാറിപ്പോകും. അവർ ഈ വഴക്കാളികളും പിന്നെ പോരാട്ടക്കാരും മുദ്രാവാക്യം വിളിക്കുന്നവരൊക്കെ ആയിക്കഴിഞ്ഞാൽ രോഗികളുടെ സ്ഥിതി എന്താകും? ആശുപത്രിയിൽ പിന്നെ നമ്മൾ ചെല്ലുന്നത് മര്യാദയ്ക്ക് ഉള്ള പെരുമാറ്റവും സൗമ്യസ്ഥിതിയോടുള്ള പെരുമാറ്റവും ഒക്കെ പ്രതീക്ഷിച്ചാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ട് വിപ്ലവകാരികളാണ് അവിടെ ഉള്ളതെങ്കിൽ പിന്നെ ആകപ്പാടെ വിഷമത്തിലായി പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അവർക്ക് ന്യായമായ ശമ്പളം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ജാസ്മിൻ ഷാ ആയാലും ബിൻ ലാദനായാലും ആര് നേതൃത്വത്തിലായാലും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ആ സംഘടന തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങേരുടെ മറവിൽ ഇങ്ങേര് മാത്രമേ ഉള്ളൂ കേരളത്തിലൊരു നേഴ്സുമാരെ പിന്നെ സംഘടിപ്പിക്കാനും നേഴ്സുമാരുടെ കാര്യം നോക്കാനും. വേറെ ആരുമില്ലേ? വേറെ ആർക്കും നേതൃരംഗത്തൊന്നും വരാൻ പറ്റുന്നില്ലേ? അപ്പോൾ അതിലും എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായാലും ഈ ആശുപത്രികൾ ഈ പിന്നെ ഈ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുകയും അത് ഒരു പണസമ്പാദനത്തിനുള്ളൊരു വേദിയായി മാറുകയും ചെയ്യുന്നു. അത് ശരിയല്ല. അതൊരു സാമൂഹിക സേവനമാണ്. അതേസമയം തന്നെ അവിടെ ജോലി ചെയ്യുന്നവർ ശമ്പളമില്ലാതെയും അവർക്ക് മാന്യമായ വേതനമില്ലാതെയും അവർക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും ആവില്ല. ആരും ജോലി ചെയ്യത്തില്ല, ജോലി ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതിന് ഒരു മാന്യമായ ഒരു പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇങ്ങേരുടെ മറവിൽ ഇവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ല. അതേസമയം തന്നെ ഈ ചില ആശുപത്രികൾ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതും ശരിയല്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാവണം. അതിൽ സർക്കാർ തന്നെയാണ് ശക്തമായിട്ട് ഇടപെടേണ്ടത്. ന്യായമായ ഒരു ശമ്പളം പിന്നെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യണം.